ഫ്രണ്ട്സായിട്ട് ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് 2 years ആയിട്ട് നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഓണം സെലിബ്രേഷൻ കോളേജ് കഴിഞ്ഞപ്പോഴുള്ള മിസ്സിംഗ് ആണ് ഓണം സെലിബ്രേഷൻ ഒക്കെ. അപ്പം അതിന് നമ്മൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാണ്. നമ്മൾ കുറേ പേരൊന്നുമില്ല, 5 പേര് അങ്ങനെ നല്ല രീതിയിൽ ഒരു സദ്യയൊക്കെ കഴിച്ച് കുറച്ച് പിക്സൊക്കെ ഇട്ട് ഒന്ന് റെഡിയായി ഒരു കുഞ്ഞു ഓണം സെലിബ്രേഷൻ. അപ്പം ഇതിപ്പോൾ 3ാമത്തെ കൊല്ലമാണ്. ഇന്നാണ് നമ്മൾ അത് ഫിക്സ് ചെയ്തേക്കണം. പറയണ കേൾക്കാൻ പറ്റുന്ന അറിയില്ല. ഞാനിവിടെ റോറോ കയറാൻ നിൽക്കണേണ്. അപ്പം ഞാൻ ഈ സ്ഥലത്ത് എത്തണേക്കാട്ടി മുമ്പ് ഒരു ഇൻട്രോ എടുത്താണ്. അപ്പം ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ വീഡിയോ കണ്ടിട്ട് വാ. ഓക്കെ, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഓണം സെലിബ്രേഷൻ എന്നല്ലേ പറയാം, ഓണം ഷോപ്പിങ്ങിനുള്ള സെക്കൻഡ് ഡേ ആണ്. ആക്ച്വലി ഫസ്റ്റ് ഡേ ഞാൻ ഫയർ ആക്കാൻ വേണ്ടി എടുക്കാൻ പോയി, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത് സെക്കൻഡ് ഡേ ആണ്. അപ്പം ഇനി എത്ര ഡേയ്സ് ഉണ്ടാവും എനിക്കറിയില്ല ഈ ഷോപ്പിംഗ് ഒന്ന് തീർക്കാൻ. പക്ഷേ എത്ര ഡേയ്സ് ഉണ്ടോ അത്രയും ഞാൻ ഇൻക്ലൂഡ് ആക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു മൈ ഡേ 2 ഓഫ് ഓണം ഷോപ്പിംഗ്. പോത്തീസിലാണ് എത്തിയിട്ടുള്ള 2nd ഫ്ലോറിലാണ് മെറ്റീരിയൽസ് ഉള്ളത്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോക്കി പോകാനായിട്ടാണ് ഏത് മോഡലാണെന്നൊക്കെ ഒരു ധാരണയിലിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കണം. ഇവിടെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഏത് എടുക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് അന്നെങ്കിൽ ഒരു ഓണം വൈബ് കിട്ടണം. പക്ഷെ എന്നാൽ ആ ഓണം തന്നെ വേണ്ട. എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനം വേണം കിട്ടാൻ. നോക്കട്ടെ. ഡേ 2 ഓണം ഷോപ്പിംഗ് കഴിഞ്ഞു. ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചില്ലേ, ആ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ അത് വെച്ച് അടിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഫയറ കുറച്ച് ദിവസമായി ഹെൽമെറ്റ് ഇടണം. അപ്പം ഇതിൻ്റെ ഇടയിൽ ആ ഹെൽമെറ്റും ഒന്ന് വാങ്ങി. ഇനി ഞാൻ പോത്തീസി പോയി എടുത്ത മെറ്റീരിയൽ എനിക്ക് ഓക്കെ ആയില്ല. കളറ് ഓഫ് വൈറ്റ് ആയിരുന്നു ഫ്രണ്ട്സ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ പരാതി കയറി ഒന്നുകൂടി ഒരു ഓണം വൈബുള്ള ഒരു സംഭവം ഞാൻ എടുത്തു. ഫയറ ഇവിടെ റെഡിയായി സുന്ദരികളായിട്ട് നിൽക്കണം. അല്ലേ ഫയറ? അല്ലേ ഫയറ? അല്ല, ഫയറൊക്കെ ഇന്റർവ്യൂ കഴിക്കണം. അവർക്ക് പുറത്തിറങ്ങി അപ്പം വിഷം. ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഓണം ലുക്ക്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോണത്. അവിടെ നിന്നായിരിക്കും നമ്മുടെ ഓണപ്പരിപാടി നടക്കുന്ന ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാം. നോക്കണല്ലേ? ഇപ്പം എന്തിനാൻ്റെ വീട്ടിലുണ്ട്. നമുക്ക് നഫ്ലാൻ്റെ വീട്ടിലാണ് പരിപാടി, പള്ളിയിലെത്തിയത്. സോ ഇവിടെ നിന്ന് ആസ്യ വരണം. എന്നിട്ടേക്ക് നമ്മ എന്തിനാൻ്റെ വീട്ടിൽ പോവും, നഫ്ലാൻ്റെ വീട്ടിൽ പോവും. അവളോട് റെഡി ആയിട്ടില്ല. കണ്ടാ അവൾ റെഡി ആയിട്ടില്ല. എത്ര നേരമായി എന്നറിയോ?
രാവിലെ 9 മണി തുടങ്ങിയുള്ള റെഡിയായോ ചോദ്യങ്ങളാണ്. റെഡി ആയിട്ടില്ല ഇതുവരെ. ആസി എത്തി, നിതിന റെഡിയായി. നിതിന കമാൻ ഷോ യുവർ ഫേസ്. നിതിന റെഡിയായി. നമ്മിനി യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മ യൂബറിൽ പോകാൻ പറയും. ഓ അതിന് പോയല്ലേ. നഫ്ലാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നഫ്ലാന്റെ വെല്ലുമ്മ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനൊരു ഓണപ്പരിപാടി കഴിഞ്ഞ 2 കൊല്ലമായി നമ്മൾ ഫോളോ ചെയ്യേണ്ടിട്ടാണ്. ഇങ്ങനെ സെലിബ്രേഷനായിട്ട് അല്ലെങ്കിലും നമ്മൾ സാധാരണ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് നമുക്ക് ആ ഒരു സമയം അങ്ങോട്ട് കിട്ടാറില്ല. എന്താ പണി? അവിടെ നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടാക്കുകയാണ്. ദാറ്റ്സ് കൂൾ. പിന്നെന്താണ് അവിടെ സദ്യൻ്റെ ഇടയിൽ ഒരു നോൺ വെജ് പിള്ളേർക്കുള്ള. ദാറ്റ്സ് ഗ്രേറ്റ്. എന്ത് സാധനം ഉണ്ട്? അമ്പോ കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ അധികം കാര്യങ്ങളുണ്ടാവും പറയാൻ. ഇന്ന ടോപ്പിക്കൊന്നുമില്ല, അങ്ങനെ പലതും ഉണ്ടാവും പറയാൻ. നോക്കിക്കണ്ടത് വീഡിയോ ആണ്. ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയണം. ഹാപ്പി ഓണം ഓൾറെഡി 1 2 ഹാപ്പി ഓണം. എനിക്ക് ചിരി വന്നു. 4 പിള്ളേരെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഫസ്റ്റ് ടൈം ഇതേപോലെ നമ്മൾ ഓണം സെലിബ്രേഷൻ വെക്കുമ്പോൾ സദ്യ ഓർഡർ ആക്കിയത് 1 ഫ്ലോപ്പായിരുന്നു. സെയിം അവസ്ഥ അല്ലെങ്കിലും ഇതും ഒരു ഫ്ലോപ്പ് തന്നെ ഇരുന്നിട്ടാണ്. ഇതേ എൻ്റെ ക്യാമറ പോണു. ഇതൊക്കെ ഫയറാൻ്റെ പരിപാടിയാണ്. കഴിഞ്ഞ പോലത്തെ പക്ഷേ ഇതിനും സൂപ്പറായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ചുകൂടി നമ്മൾ സാരിയാണ് ചൂസ് ചെയ്യുന്നുള്ളതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പായസം എങ്ങനെയുണ്ട്? പായസം മാത്രം കൊള്ളാം. ആസിയ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പായസം മാത്രം കൊള്ളാം അല്ലേ? ഇഷ്ടമായി. പായസം കൊള്ളാം. നോക്കട്ടെ ആസിയ. ആടി രസമുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂലായിരുന്നു. പക്ഷെ പായസം അടിപൊളിയായിരുന്നു കേട്ടോ. പായസം രസമുണ്ടായിരുന്നു. നമ്മ എല്ലാരും ഉടുപ്പ് മാറ്റി. ഞാൻ മാറ്റിയില്ല. ഞാൻ ഡ്രസ്സ് വേറെ കൊണ്ടുവന്നില്ല. ആസിയയും അവരും ഇവരൊക്കെ മാറ്റി. വിഷമായി. ഉടുപ്പ് വാങ്ങായിരുന്നല്ലേ? മാറ്റണം. ചൂടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ. അഴുക്കാവോ ഈ കൂട്ടത്തിൽ ഒരാൾ മിസ്സിങ് ആണ് കേട്ടോ, ഷെർമി. അവൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയത് കാരണം അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. ബട്ട് വി മിസ്ഡ് യു. അവൾ
അങ്ങനത്തെ സൗണ്ട് ഒന്നും വേണ്ട. നമ്മുടെ സെലിബ്രേഷനൊക്കെ ഒഴിവാക്കിയെന്നല്ല, തീർത്തിട്ട് നമ്മൾ പോണേ കേട്ടോ. യൂബറൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കി പറ്റിയില്ല. നമ്മുടെ കാൽക്കുലേഷൻ എവിടെയോ തെറ്റിപ്പോയി. നമ്മുടെ കയ്യിൽ ഇനഫ് ഫിനാൻഷ്യൽ മണിയില്ല. അതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകും. ബസ്സിന് പോകും തോന്നണം, അറിയില്ല. എന്തായാലും ഇവിടുന്ന് യൂബർ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല, കിട്ടണില്ല നമുക്ക്. അല്ലേടി പൈസ ഇങ്ങോട്ട് വന്നില്ല എന്നവര് വന്നില്ല അവര്. അയ്യോ, ഒരു പട്ടിക്കാട്ടിലാണത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെലിബ്രേഷൻ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇന്ന് എന്തെങ്കിലും എക്സ്ട്രാ സംഭവിക്കണമെങ്കിൽ അതുകൂടി കുത്തിക്കയറ്റി ഒരു വീഡിയോ ആക്കാം. പക്ഷേ ഇപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.